ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജലനിരപ്പ് ഉയർന്നതോടെ വിവിധ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉത്തർപ്രദേശിലെ ഗോണ്ട ഗോരഖ്പൂർ പാതയിൽ ട്രെയിൻ പാളം തെറ്റി 4 പേർ മരിച്ചതായി റിപ്പോർട്ട്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ. തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം തുടരുന്ന ബംഗ്ലാദേശിൽ ഇന്ത്യൻ പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ ശ്രീലങ്കയിൽ തുടക്കം. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ഓരോ കേന്ദ്രത്തിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ മറച്ചുവച്ച ശേഷം മാർക്ക് വിശദമായി പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫലം പ്രസിദ്ധീകരിക്കാൻ ഏജൻസിക്ക് ശനിയാഴ്ച ഉച്ചവരെയാണ് പരമോന്നത കോടതി സമയം അനുവദിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ പരീക്ഷാ കേന്ദ്രങ്ങൾ, നഗരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി നീറ്റ് UG ഫലം വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താനാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. പരീക്ഷാ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്താനാകില്ലെന്ന് കാണിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. മെയ് 5 നടന്ന നീറ്റ് പരീക്ഷയിൽ വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താനാകൂ എന്ന് കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ CBI അന്വേഷണം നടന്നുവരുന്നതായും CBI കണ്ടെത്തിയ കാര്യങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. പുനഃപരീക്ഷ വേണമെന്നും കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്നുമുള്ള ഹർജികൾ തള്ളിയ കോടതി വലിയ തോതിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്താനായിട്ടില്ലെന്നും വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് നീറ്റ് UG ക്രമക്കേട് സംബന്ധിച്ച 40ലേറെ ഹർജികൾ പരിഗണിച്ചത്. വിഷയത്തിൽ തിങ്കളാഴ്ച വാദം തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പട്ന എയിംസിലെ 4 വിദ്യാർത്ഥികളെ CBI കസ്റ്റഡിയിലെടുത്തു. 2-3 വർഷ MBBS വിദ്യാർത്ഥികളെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് എയിംസ് പട്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ GK പാൽ പറഞ്ഞു. വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസി നേരത്തെ വിവരങ്ങൾ നൽകിയതായും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്ന് ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഡാമുകളുടെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിലും മാറ്റമില്ല. പാലക്കാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയത്തിനും അവധി ബാധകമല്ല. കണ്ണൂരിൽ അതിശക്തമായ മഴയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. വയനാട്ടിലും താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലും മഴ ശക്തമാണ്. കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ വിവിധ സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തര കർണാടകയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. അങ്കോള താലൂക്കിലെ ദേശീയ ഹൈവേ 66-ൽ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തിരച്ചിലും തുടരുകയാണ്. ചൊവ്വാഴ്ചയുണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഒരു കടയും 2 ടാങ്കറുകളും മണ്ണിനടിയിലായി. പ്രദേശത്തു നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ കനത്ത മഴ തുടരുന്നു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ദ്വീപുകൾക്കിടയിലെ കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. ഒരാഴ്ചയായി തുടരുന്ന മഴ കപ്പൽ ഗതാഗതത്തിനും ഏറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. ഉയർന്ന തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് ഏറെ സാഹസികമായാണ് ദ്വീപ് നിവാസികൾ കപ്പൽ യാത്ര ചെയ്യുന്നത്. ദ്വീപുകളിലേക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ കപ്പലിൽ നിന്നും കയറ്റി ഇറക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം അന്ത്രോത്ത് ദ്വീപിലെത്തിയ MV കോറൽസ് എന്ന യാത്രാ കപ്പലിലെ യാത്രികരെ ആഴക്കടലിൽ നിന്നും അതിസാഹസികമായാണ് കയറ്റിയിറക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച അന്ത്രോത്ത് ദ്വീപിൽ കൂട്ടമായി കടലിൽ കുളിക്കാനിറങ്ങിയവരിൽ സ്കൂൾ വിദ്യാർത്ഥി തിരമാലകളിൽ അകപ്പെട്ട് മരിക്കാനിടയായി. തുടർന്ന് തീരപ്രദേശങ്ങളിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗോണ്ട ഗോരഖ്പൂർ പാതയിൽ ട്രെയിൻ പാളം തെറ്റി. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 12 കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ 4 പേർ മരിച്ചതായാണ് വിവരം. സ്ഥിതിഗതികൾ വിലയിരുത്തിയ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുകളുള്ളവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. അപകടത്തെ തുടർന്ന് പാതയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 75 പ്രസംഗങ്ങളുടെ സമാഹാരമായ വിങ്സ് ടു അവർ ഹോപ്സിന്റെ ആദ്യ ഭാഗം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പുസ്തകത്തിന്റെ ഹിന്ദി, ഇംഗ്ലീഷ്, ഇലക്ട്രോണിക് പതിപ്പുകളാണ് പ്രകാശനം ചെയ്തത്. വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ സന്നിഹിതനായിരുന്നു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത്. രാഷ്ട്രപതി ഭവന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന മറ്റ് 2 പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിനെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിന്റെ താലൂക്ക് തല മത്സരം ഞായറാഴ്ച സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തിരുവനന്തപുരം ചിന്മയ വിദ്യാലയത്തിൽ മത്സരം ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അധ്യക്ഷനാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവ കേന്ദ്രയാണ് ക്വിസ് മത്സരത്തിന്റെ സംഘാടകർ. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ഏകോപിപ്പിക്കുന്നതിനുള്ള സ്പെഷ്യൽ ഓഫീസറായി സബ് കളക്ടറെ ചുമതലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ ശ്രീലങ്കയിൽ തുടക്കമാകും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. സ്വീഡിഷ് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ താരം സുമിത് നാഗലിന് പരാജയം. 16ാം റൌണ്ടിൽ ലോക 36ാം നമ്പർ താരം മരിയാനോ നവോനെയോട് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സുമിത് പരാജയപ്പെട്ടത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ പോളിഷ് സഖ്യം ഫ്രഞ്ച് സഖ്യത്തോട് പരാജയപ്പെട്ടു. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം തുടരുന്ന ബംഗ്ലാദേശിൽ ക്രമസമാധാന പാലനത്തിനായി അതിർത്തി സുരക്ഷാ സേനയുടെ 229 പ്ലാറ്റൂണുകളെ വിന്യസിച്ചു. ധാക്കയിൽ ഇന്ന് രാവിലെയുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടു. 6 പേർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയും ബംഗ്ലാദേശ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി എല്ലാ സ്കൂളുകളും പൊതു സ്വകാര്യ സർവകലാശാലകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും താമസിക്കുന്ന സ്ഥലങ്ങളിൽ തുടരാനും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അടിയന്തര സഹായങ്ങൾക്ക് ധാക്കയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി നമ്പറായ +8801 1937400591 ബന്ധപ്പെടേണ്ടതാണ്. ഒമാനിലെ ദുഗം തീരത്തിനടുത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ചർച്ച നടത്തി. മറിഞ്ഞ കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ച 8 ഇന്ത്യക്കാർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സഹമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ ദേശീയ പരീക്ഷാ ഏജൻസിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജലനിരപ്പ് ഉയർന്നതോടെ വിവിധ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
ഉത്തർപ്രദേശിലെ ഗോണ്ട ഗോരഖ്പൂർ പാതയിൽ ട്രെയിൻ പാളം തെറ്റി 4 പേർ മരിച്ചതായി റിപ്പോർട്ട്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ. തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം തുടരുന്ന ബംഗ്ലാദേശിൽ ഇന്ത്യൻ പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് നാളെ ശ്രീലങ്കയിൽ തുടക്കം. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.